സർവകലാശാല വിഷയത്തിൽ ഗവർണർ കടുത്ത നടപടിയിലേക്ക്. രജിസ്ട്രാറായ KS അനിൽകുമാറിനെയും ജോയിന്റ് രജിസ്ട്രാറായ P ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്യും. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് നീക്കം. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം തേടും. വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനുവാണ് ചേരുന്നത്. VS അനു, അതിനിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാകും ഗവർണർ ഈ ഒരു നടപടി സ്വീകരിക്കുക? ഇതിനായി നിയമോപദേശം തേടിയെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നീക്കം? സ്വാതി, കേരള സർവകലാശാലയിലെ സസ്പെൻസുകൾ അവസാനിക്കുന്നില്ല. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സർവകലാശാലയിലെ വിഷയങ്ങൾ, ഏറ്റവും ഒടുവിൽ സിൻഡിക്കേറ്റിലുണ്ടായ അസാധാരണമായ നാടകീയ സംഭവങ്ങൾ, ഇപ്പോൾ അതിനുശേഷം താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ റിപ്പോർട്ട് ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നു, രാജ്ഭവന് ലഭിച്ചിരിക്കുന്നു. സർവകലാശാലയുടെ അന്തസ്സ് ഉയർത്തുന്ന നടപടി, കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് വൈസ് ചാൻസലർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറേയും അതുകൂടാതെ തന്നെ ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാനാണ് രാജ്ഭവന്റെ നീക്കം. നാളെയോ മറ്റന്നാളോ ഇതിന്റെ ഉത്തരവിറക്കുമെന്നാണ് അറിയിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് രാജ്ഭവനും ഗവർണറും നീങ്ങുന്നു. രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാർ, അതുകൂടാതെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള P ഹരികുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഉടനിറങ്ങും. മാത്രമല്ല, ഈ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടിക്കും രാജ്ഭവൻ ആലോചിക്കുന്നു, ഗവർണർ ആലോചിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന വൈസ് ചാൻസലർ പോയതിനു ശേഷവും അവിടെ ചട്ടവിരുദ്ധമായി യോഗം ചേർന്നു എന്ന് വൈസ് ചാൻസലർ പറയുന്ന അംഗങ്ങളോട് വിശദീകരണം തേടും. അതിനുശേഷമാകും അവർക്കെതിരായ നടപടി എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ കോടതി അലക്ഷ്യം, അതായത് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട R രാജേഷിനോട് കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടും. ആ വിശദീകരണത്തിന് ശേഷം രാജേഷിനെതിരെയും നടപടി എടുക്കാനാണ് ഇപ്പോൾ രാജ്ഭവൻ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശങ്ങൾ രാജ്ഭവൻ സ്വീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഈ KS അനിൽകുമാറിനെ അവിടെ തുടരാമെന്ന് പറഞ്ഞെങ്കിൽ കൂടി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഏത് കാര്യത്തിനും ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് അധികാരമുണ്ട് എന്നുള്ള കോടതിയുടെ പരാമർശമുണ്ട് എന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക്, തീരുമാനത്തിലേക്ക് രാജ്ഭവൻ കടക്കുന്നത്. മാത്രമല്ല, സിൻഡിക്കേറ്റുകൾക്കെതിരെയും നടപടി ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ അവരോട് വിശദീകരണം തേടിയ ശേഷമാകും നടപടി ഉണ്ടാവുക. വൈസ് ചാൻസലർ സിസ തോമസ് ഇന്ന് വൈകിട്ട് തന്നെ ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. താൻ റദ്ദ് ചെയ്ത, താൻ പിരിച്ചുവിട്ട ഒരു യോഗത്തിന് ശേഷം പിന്നീട് ചട്ടവിരുദ്ധമായാണ് ഇവർ ഇത്തരം കൂടിയാലോചന നടക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക്, അല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിക്ക് യാതൊരുവിധ നിയമസാധുതയുമില്ല. അതുകൊണ്ടാണ് സർവകലാശാലയ്ക്കേറ്റ കളങ്കം മാറ്റാനും അന്തസ് ഉയർത്തിപ്പിടിക്കാനും ഉതകുന്ന കടുത്ത നടപടി ചാൻസലർ സ്വീകരിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിൽ വൈസ് ചാൻസലറായിട്ടുള്ള സിസ തോമസ് ആവശ്യപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാനുള്ള വളരെ കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ രാജ്ഭവൻ നീങ്ങുന്നത്. സ്വാതി, അതുതന്നെയാണ് VS അനുവിലൂടെ ന്യൂസ് മലയാളത്തിലൂടെ ഏറ്റവും പുതിയതായി പുറത്തേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത്. കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. രജിസ്ട്രാറിനെയും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാറിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കമാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ VC ചാൻസലറായ ഗവർണറോട് ഇക്കാര്യത്തിൽ നിലപാടെടുക്കാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ VS അനു സൂചിപ്പിച്ചതുപോലെ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഗവർണറാണ് എന്ന കാര്യമാണല്ലോ രാജ്ഭവൻ പറഞ്ഞത്. അപ്പോൾ സർക്കാർ ഏത് രീതിയിലാകും ഇപ്പോൾ ഗവർണർ എടുക്കുന്ന ഇത്തരം നിലപാടുകളെ, അല്ലെങ്കിൽ ഈ ഗവർണറുടെ ഈ ഒരു കടുംവെട്ടിനെ സർക്കാർ ഏത് രീതിയിലാകും പ്രതിരോധിക്കുക? സ്വാതി, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നേരത്തെ വൈസ് ചാൻസലറുടെ ചുമതല ഉണ്ടായിരുന്ന മോരൻ കുന്നുമേലിന്റെ നടപടിക്കെതിരെ രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ പിന്നീട് സിൻഡിക്കേറ്റ് ചേർന്ന് ആ സസ്പെൻഷൻ നടപടി പിൻവലിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചത്. പക്ഷേ ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ RV ആർലേക്കർ രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്താൽ അവർക്ക് ഹൈക്കോടതിയിലേക്ക് പോവുക എന്ന ഒരു മാർഗം മാത്രമാണ് ഉള്ളത്. ആ നടപടിയിലേക്ക് പോകാനുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നും
ഉണ്ടാകും. സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം ഇടത് അനുകൂല അല്ലെങ്കിൽ സർക്കാർ അനുകൂല അംഗങ്ങളാണെങ്കിൽ ഈ ഏറ്റവും തീരുമാനമെടുക്കേണ്ട അല്ലെങ്കിൽ സർവകലാശാലയുടെ ഉന്നത പദവി എന്ന് പറയുമ്പോൾ ചാൻസലറുടേതാണ്. ആ ചാൻസലർ ഒരു കടുത്ത നിലപാടിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയൊരു നിയമ പോരാട്ടത്തിന് വീണ്ടും വഴിയൊരുങ്ങുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. നമുക്കറിയാം, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മുൻ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാനും സർക്കാരും നടത്തിയ വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. സമാനമായ രീതിയിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഈ പുതിയ ഗവർണർ RV ആർലേക്കറും കേരള സർവകലാശാലയും പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ SFIയുടെ രീതിയിൽ സമരം സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തെരുവ് പോരിലേക്കും കൂടാതെ നിയമയുദ്ധത്തിലേക്കും ഗവർണർ ഈ പറയുന്ന കേരള സർവകലാശാല പോരാട്ടം നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാതി, വിഎസ്എനു റിപ്പോർട്ട് ചെയ്തതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം തേടും. അതായത് ഇടത് അംഗങ്ങളോടാകും ഇത്തരത്തിൽ വിശദീകരണം തേടുക. അപ്പോൾ ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അത്തരത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ നടപടിയിലേക്ക് നീങ്ങാനുള്ള ഒരു അധികാരം ഈ ഒരു യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ഗവർണർക്കുണ്ടോ? ചാൻസലർക്ക് ഇങ്ങനെ സിൻഡിക്കേറ്റിനെതിരെ വേണമെങ്കിൽ നടപടി എടുക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെന്നാണ് രാജ്ഭവൻ അവകാശപ്പെടുന്നത്. അക്കാര്യം അവർ പറയുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 24 അംഗ സിൻഡിക്കേറ്റ്, അതിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും കഴിഞ്ഞാൽ 22, അതിൽ 18 പേരും ഈ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ 2 പേർ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ഇരുവരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കോൺഗ്രസ് അംഗം അവിടെ ഇരുന്ന സാഹചര്യമുണ്ട്. പിന്നീടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. ഈ 18 അംഗങ്ങൾ അവിടെ ഇരുന്ന് ഈ സർവകലാശാലയ്ക്ക് വിരുദ്ധമായ നടപടിയാണ് സ്വീകരിച്ചത്. വൈസ് ചാൻസലറെയും സർവകലാശാലയും അപമാനിക്കുന്ന നടപടിയാണ് ഇരുവരുടെയും ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റിന്റെ അംഗങ്ങൾക്കെതിരെയും നടപടി വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയിലേക്ക് രാജ്ഭവൻ കടക്കുന്നത്. സർവകലാശാലയെ ആകെ നാണക്കേടിലാക്കിയ, സർവകലാശാലയുടെ അന്തസ് ഇടിച്ചു നടപടിയിൽ കർശനമായ നടപടി വേണമെന്നാണ് സിസ തോമസ്, വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസ് ഇന്ന് ചാൻസലർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാനുള്ള കടുത്ത നീക്കത്തിലേക്ക് രാജ്ഭവൻ കടക്കുന്നത്. സോദി ചോദിച്ച പോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം തേടും. അതിൽ R രാജേഷിനോട് കോടതി ഇലക്ഷൻ നടപടിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ വിശദീകരണം തേടും. അതിനുശേഷമാകും രാജേഷിനെതിരായ നടപടി ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് രാജ്ഭവൻ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സ്വാതി, വിഎസ്എനു എന്തായാലും ഒരു ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ പ്രശ്നം അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വിവാദങ്ങളിൽ താല്പര്യമുള്ളവരാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് സർവകലാശാലയുടെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ, പഠനമടക്കമുള്ള കാര്യങ്ങളെ വലിയ തരത്തിൽ ബാധിക്കുന്നുണ്ട്, പഠിപ്പ് മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഒരു സമവായം ഉടനെങ്ങും ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിഷേധം തെരുവിലുണ്ട്. അത് കൂടുതൽ ശക്തമായി പ്രതിഷേധങ്ങളിലേക്ക്, പ്രതിഷേധ പരമ്പരയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാതി, ഏതായിരുന്നാലും ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഈ പ്രശ്നത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് രാജ്ഭവനോ ഗവർണറോ VCയോ അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളോ SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളോ തയ്യാറാകില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നിയമ പോരാട്ടങ്ങളിലേക്കും സമര പരമ്പരകളിലേക്കും ഈ കേരള സർവകലാശാല ഭാരതാംബ ചിത്ര വിവാദം പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനിയിപ്പോൾ രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യുന്നതോടുകൂടി ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോകും. അവിടെ ശക്തമായ നിയമ പോരാട്ടം നടക്കുമെന്നാണ് നമുക്ക് അത് വ്യക്തമാണ്. കാരണം ഒരു ചരിത്രം തന്നെ അങ്ങനെയുള്ളതാണ്. ഏതായിരുന്നാലും കടുത്ത നടപടിക്ക് രാജ്ഭവൻ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന, ഈ പുറത്തുവിടാൻ കഴിയുന്ന ഏറ്റവും സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് നമുക്കൊപ്പം ചേരുകയാണ്. സഞ്ജീവ്, എന്തായാലും ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ്. ഈ വിഷയത്തിൽ ഗവർണർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. രജിസ്ട്രാറിനെയും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാറിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ്. വലിയ തരത്തിൽ സമര പരമ്പരകളാണ് വിദ്യാഭ്യാസ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം കൂടി വരുമ്പോൾ എങ്ങനെയാകും അതിനെ നിങ്ങൾ പ്രതിരോധിക്കുക? ശക്തമായ പ്രതിഷേധമുയരും, പ്രതിരോധമുയരും.
ഗവർണർ ഏകാധിപതിയെ പോലെ പെരുമാറുകയാണ്. ഏകാധിപത്യം അവസാനിപ്പിച്ച ചരിത്രമാണ് ലോകത്തെ ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ശക്തമായ പ്രതിഷേധം അതിന്റെ ഭാഗമായി ഉയരും. ഏകാധിപത്യങ്ങൾ ഒളിച്ചോടിയ ചരിത്രവും തൂക്കിലേറ്റപ്പെട്ട ചരിത്രവുമാണ് എന്നുള്ളത് വായിക്കുന്നതും അറിയുന്നതും അല്ലെങ്കിൽ ലോകത്തെ വിവരമുള്ള ഏതൊരു മനുഷ്യനും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏകാധിപത്യത്തിന് എത്ര കാലം നിലനിൽക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഈ കേരളത്തിലെ സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർത്തുന്ന വിമർശനം, ആരോപണം. അതിൽ തന്നെയാണ് ഈ സമരങ്ങൾ മുന്നോട്ട് പോകുന്നതും അതിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഭാരതാംബ വിവാദം കൂടി കടന്നു വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് കടുത്ത നീക്കവുമായി ഗവർണർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങൾ കൂടുതൽ സമര പരമ്പരകളിലൂടെ തന്നെ ഇതിനെ പ്രതിരോധിക്കുമെന്നാണോ, മറ്റ് നിയമ പോരാട്ടങ്ങളിലേക്ക് തന്നെ കടക്കാൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഗവർണർ ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സംഘപരിവാർ താല്പര്യങ്ങളുടെയും പേരിലുള്ള നടപടി, ആ നടപടികളെല്ലാം റദ്ദ് ചെയ്യുന്നത് വരെയും അത് നിർത്തലാക്കുന്നത് വരെയും ഞങ്ങൾ ഈ സമരരംഗത്തുണ്ടാവും. ഒരടി പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് നീക്കമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇടത് അംഗങ്ങൾക്കെതിരെയാകും അത്തരത്തിൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച അംഗങ്ങളോടാണ് വിശദീകരണം തേടാനുള്ള ഒരു ആലോചന ഉള്ളത്. അതിനെ ഏത് രീതിയിലാകും വിശദീകരണം നൽകുക? അതിനെ എങ്ങനെയാകും നിങ്ങൾ നേരിടുക? ചട്ടവിരുദ്ധത എന്ന് ഗവർണർ വിശദീകരിക്കാതെ അത് ചട്ടവിരുദ്ധമായി തോന്നണ്ടേ? ഗവർണർ ചെയ്യുന്നതെല്ലാം ചട്ടവിധേയവും ഗവർണർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്നവരൊക്കെ ചട്ടവിരുദ്ധന്മാരും ആകുന്നത് അത് വേറെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ഇപ്പോൾ ചെയ്യുന്നതൊന്നും നിയമപരമല്ല. അതുകൊണ്ട് അതിനൊന്നും ലയബിളാണ് സിൻഡിക്കേറ്റ് എന്ന് കരുതുന്നുമില്ല. അത് അംഗീകരിക്കേണ്ട കാര്യവുമില്ല. പി എസ് സഞ്ജീവ്, മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ മന്ത്രി ആർ ബിന്ദു അടക്കം പറഞ്ഞത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പഠനം മുടങ്ങുന്നു, അതുപോലെ റിസർച്ച് അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങുന്നു, സ്വാഭാവികമായിട്ടുള്ള സർവകലാശാലയുടെ നടപടിക്രമങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സമവായത്തിലേക്ക് നീങ്ങാൻ തന്നെയല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത്? സമവായം എന്നുള്ളത് കൊണ്ടൊന്നും ആ വാക്ക് നിങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ മയപ്പെടുത്തരുത്. അവർ പൂർണ്ണമായും സംഘപരിവാരവൽക്കരണവും അവരുടെ ആ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ ഉപയോഗിക്കുകയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി നല്ല നിലക്ക് പോകണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോരടിക്കുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും വിധത്തിൽ SFIക്ക് ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് പൊതു താല്പര്യം മുൻനിർത്തിയാണ് SFI പ്രവർത്തിക്കുന്നത്. ആ പൊതു താല്പര്യം ഈ നാട്ടിലെ സർവകലാശാലകൾ അതിന്റെ സ്വതന്ത്ര വിജ്ഞാന സൃഷ്ടിക്ക് വേണ്ടിയുള്ള മേഖലകളായി തീരണം, അത് കേന്ദ്രങ്ങളായി തീരണം. അങ്ങനെയാണല്ലോ സർവകലാശാലകളെ നമ്മൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യങ്ങളിൽ നിന്ന് സർവകലാശാലകളെ RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായും പ്രതിരോധിക്കും. അതിന് സമവായമൊന്നുമില്ല, അതിന് പോരാട്ടം തന്നെയാണ് ബദൽ. അതിന് അവർ തയ്യാറാവുക എന്നുള്ളതാണ്. അത് ആ പ്രതിഷേധത്തിന് മുന്നിൽ അവർ മുട്ടുമടക്കേണ്ടതായി വരും. ശരി, വളരെയധികം നന്ദി. പി എസ് സജീവ്, SFI സംസ്ഥാന സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. എന്തായാലും കടുത്ത നിലപാടിലേക്ക് തന്നെ ഗവർണർ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ സമയം നമ്മൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്ന വാർത്ത. കേരള സർവകലാശാല വിഷയത്തിൽ രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാനാണ് ഗവർണറുടെ നീക്കം. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് നീക്കമുണ്ട്. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം തേടും എന്നുള്ളതാണ്. വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി. VS അനു ആണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. VS അനു നമുക്കൊപ്പം ചേരുകയാണ്. VS അനു, ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പോരാട്ടം തുടരും എന്നുള്ളതാണ്. ഇതിൽ ഇനി യാതൊരു തരത്തിലുള്ള സമവായവുമില്ല. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഗവർണർ മുട്ടുമടക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോൾ ഗവർണറുടെ നിലപാടനുസരിച്ച് ഗവർണർ മുട്ടുമടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കൂടുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? സ്വാതി, ഗവർണർ RV ആർലേക്കറുടെ ഒരു നിലപാട് നമുക്ക് ഈ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഈ ഭാരതാംബ ചിത്രവിവാദവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ തന്നെ ഒരു തരത്തിലും അദ്ദേഹം ഒരു ഘട്ടത്തിലും ഈ ഭാരതാംബ ചിത്രവിവാദത്തിൽ ഒരു പിന്നോട്ട് പോക്കിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, താൻ എല്ലാ കാലത്തും ഭാരതാംബ ചിത്രം ചേർത്ത് പിടിക്കുമെന്ന് അദ്ദേഹം എല്ലാ വേദികളിലും പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ സാധ്യതയിലേക്ക് ഗവർണറോ രാജ്ഭവനോ കടക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതേസമയം മറുവശത്ത് ഇപ്പോൾ സഞ്ജീവ് പറഞ്ഞതുപോലെ SFIയോ അല്ലെങ്കിൽ CPMോ സർക്കാരോ സിൻഡിക്കേറ്റോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ ഒരു വെട്ടുവീഴ്ചയ്ക്ക് അവരും തയ്യാറാകുമെന്ന് യാതൊരു തരത്തിലും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇനി രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്തതോടുകൂടി വലിയ നിയമ നടപടികളിലേക്ക് ഇരു കൂട്ടരും പോകും. മാത്രമല്ല, SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ കടുത്ത
ഗവർണറെ മുട്ടുമടക്കുന്ന തരത്തിലേക്കുള്ള സമര പരമ്പരകളിലേക്ക് അവർ കടക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ക്യാമ്പസുകൾ, കേരളത്തിലെ തെരുവുകൾ, ഗവർണർക്കെതിരെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, അങ്ങനെ വലിയ ഒരു സമര പരമ്പരകൾക്ക് കേരളം വേദിയാകും. അതേസമയം വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ഹൈക്കോടതിയും വേദിയാകും. കാരണം ചാൻസലറുടെ നടപടിക്കെതിരെ സ്വാഭാവികമായും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഹൈക്കോടതിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ വലിയ ഒരു നിയമ പോരാട്ടത്തിലേക്കും സമര പോരാട്ടത്തിലേക്കുമാണ് ഇനി സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നത്. സ്വാതി. ശരി VS അനു, എന്തായാലും ഈ വിഷയത്തിൽ കേരള സർവകലാശാല വിഷയത്തിൽ നിർണായകമായ വിവരമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വരുന്നത്. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ് ആണ്. കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. രജിസ്ട്രാറായ KS അനിൽകുമാറിനെയും ജോയിന്റ് രജിസ്ട്രാറായ P ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്യും. മാത്രമല്ല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് നീക്കം എന്നുള്ളതാണ്. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം തേടുകയാണ്. വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി. ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവിടെ എങ്ങും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ നമ്മളോട് പ്രതികരിച്ചു. പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ഗവർണർ മുട്ടുമടക്കുന്നതുവരെ പോരാട്ടം തുടരും. ഗവർണർ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു. വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതാണ് ന്യൂസ് മലയാളത്തിലൂടെ ഇപ്പോൾ VS അനു പുറത്തുവിട്ടിരിക്കുന്നത്.